വിവാഹം കഴിഞ്ഞു, ഒരു കുഞ്ഞായ ശേഷമുള്ള ജോലി റിസൈൻ ചെയ്ത് പഠനത്തിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. ഭയങ്കര റിസ്ക്കാണ്. കാര്യം നമ്മളുള്ളൊരു ജോലി കളഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും നടത്താതാണ് പ്രിലിംസ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. മെയിൻസിൻ്റെ സിലബസ് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. എനിക്ക് സൈലം ഓഫ്ലൈൻ ക്യാമ്പസിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റാണ്. നമ്മളൊരു ക്യാമ്പസിൽ വന്നിട്ട് പഠിക്കുമ്പോൾ, ഒരു ഓഫ്ലൈനിൽ നമ്മുടെ കൂടെ കുട്ടികളിരുന്ന് പഠിക്കുമ്പോൾ നമ്മളൊരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അഭിഷേകാണ്. അഭിഷേകിന്റെ പട്ടാഭിഷേകം തന്നെയാണ് ഈ ഒരു 1ാം റാങ്കിലൂടെ നടന്നിട്ടുള്ളത്. ആദ്യമേ നമുക്ക് അഭിഷേകിന് അഭിനന്ദനങ്ങൾ അറിയിക്കാം. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സർ. ഒരുപാട് സന്തോഷം. അടിച്ചേ. താങ്ക് യു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ആള് ഒരു ബുജിയാണോ, അല്ലെങ്കിൽ പഠിപ്പിയാണോ, അച്ഛനോ അമ്മയൊക്കെ ചിലപ്പോൾ ഗവൺമെന്റ് ജീവനക്കാരൊക്കെ ആയിരിക്കും, അതുകൊണ്ട് ആ പ്രഷറിലൊക്കെ പഠിച്ചതായിരിക്കും. അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇതൊരു കഴിയുമ്പോഴത്തേക്ക് അവർക്കുള്ള എല്ലാ സംശയങ്ങളും മാറുകയും ചെയ്യും, അവരെ കൊണ്ടും പറ്റും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യും. അതെ. അപ്പോൾ നമുക്ക് ആദ്യമേ അഭിഷേകിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, ഒരു അനുജനുണ്ട്. കല്യാണം കഴിഞ്ഞു. വൈഫ് സ്കൂളിൽ കൗൺസിലറായിട്ട് ജോലി ചെയ്യുകയാണ്. മകളുണ്ട്. മകൾക്ക് 3 വയസ്സായി. വലിയ സാമ്പത്തികമുള്ളതോ അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗം എന്ന ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയൊന്നും അല്ല. അച്ഛൻ ചെയ്യുന്നത് ഒരു കടയുണ്ട്. അച്ഛന് കുഞ്ഞു കടയുണ്ട്. ഒരു സാധാരണ ഫാമിലിയിൽ തന്നെയാണ് അഭിഷേക് കടന്നു വന്നിട്ടുള്ളത്. പിന്നെ അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് റാങ്ക് ഒരു പുത്തരിയൊന്നും അല്ല. ഇതിന് മുന്നേ ആൾറെഡി ഇപ്പം അഭിഷേക് വർക്ക് ചെയ്യുന്നത് എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോൾ നിലവിൽ സെക്രട്ടേറിയറ്റിൽ OA ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സെക്രട്ടറിയിൽ OA 6 മാസമായി ജോയിൻ ചെയ്തിട്ട്. സെക്രട്ടേറിയറ്റ് OAയിൽ എത്രാമത്തെ റാങ്ക് ആയിരുന്നു? സെക്രട്ടേറിയറ്റ് OAയിൽ 3ാമത്തെ റാങ്കായിരുന്നു. അതെ സർ. പിന്നെ LD? എൻ്റെ ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് LD ക്ലർക്കാണ്. ഞാൻ പഠനം ആരംഭിച്ചത് LD ക്ലർക്ക് ഫോക്കസ് ചെയ്തിട്ടാണ്. ഓക്കെ. അപ്പോൾ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ഒരു 4 മാസം മുന്നേ ഞാൻ ചെയ്തിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം പഠനം എന്നുള്ള രീതിയിലേക്ക് വന്നാണ് LD ക്ലർക്ക് പരീക്ഷ എഴുതുന്നത്. ആ പരീക്ഷയിൽ എനിക്ക് 4 റാങ്ക് കിട്ടി. അതിനുശേഷം ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ പരീക്ഷയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഇടയിൽ നടന്ന ആ ഒരു കാലഘട്ടത്തിൽ നടന്ന മറ്റ് പരീക്ഷകളിൽ എല്ലാം റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരേ സീസണിൽ നടന്ന പരീക്ഷകളിലെല്ലാം നല്ല ഉയർന്ന റാങ്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. OA ആണെങ്കിൽ 3ാം റാങ്ക്, LD ആണെങ്കിൽ 4ാം റാങ്ക്, പിന്നെ അതിൻ്റെ ഇടയിലൊരു 1ാം റാങ്ക്, വല്ലാണ്ട് ആരും അറിയാതെ പോയൊരു 1ാം റാങ്ക് കൂടെ ഉണ്ട്. ലാബ് അസിസ്റ്റന്റ് തിരുവനന്തപുരം ജില്ലയിൽ 1ാം റാങ്കായിരുന്നു. പിന്നെ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ പരീക്ഷയും അടിച്ചതാണ്. റാങ്ക് ഒരു പുത്തരി അല്ല. ഈ പട്ടാഭിഷേകത്തിന് വേണ്ടി, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന പട്ടാഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നതാണ് എന്നതാണ് ആ ചിരിയിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. ഇനി എങ്ങനെയൊക്കെയായിരുന്നു, അതായത് ഇപ്പോൾ നമ്മളെ കുട്ടികൾക്ക് എപ്പോഴുള്ള ഒരു സംശയമാണ്, ഞാൻ എപ്പോഴും പ്രിലിംസ് കിടക്കുന്നുണ്ട് പക്ഷെ എന്നെ കൊണ്ട് മെയിൻ കിടക്കാൻ പറ്റുന്നില്ല എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആക്ച്വലി ഞാൻ ആദ്യം പരീക്ഷയ്ക്ക് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു 2022 കാലഘട്ടം അല്ലെങ്കിൽ 21-22 കാലഘട്ടം. ആ സമയത്ത് ഞാൻ ക്ലാസ്സിനൊന്നും പോകുന്നില്ല, ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയുടെ ഇടയിൽ കിട്ടുന്ന സമയം എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്ന് പറയാൻ കഴിയില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കുക. ഒരു കൃത്യമായിട്ടുള്ള ചിട്ടയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ പ്രിലിംസും കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ കുറച്ച് മാർക്കിന് പിന്തള്ളപ്പെട്ടു പോകാറുണ്ടായിരുന്നു. അങ്ങനെയാണ് 2024 LD പരീക്ഷ അടുക്കുന്ന ഒരു സമയത്ത് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്യുകയും കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഞാൻ പോസ്റ്റ് ഓഫീസിൽ GDS ആയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ജോലിയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ ഞാൻ LDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു. ജോലി റിസൈൻ ചെയ്തിട്ട് പഠിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് ആ സമയത്താണ് ഞാൻ സിലബസ് എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് നോക്കുന്നത്. അതുവരെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നു എന്നുള്ളതല്ല, സിലബസ് എനിക്കറിയില്ല. സിലബസ് ഉണ്ടെന്നറിയാം, പക്ഷേ സിലബസ് നോക്കിയിട്ടൊന്നുമില്ല. ആ സമയത്ത് കൃത്യമായിട്ട് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ആ സിലബസിലെ ഓരോ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയി. അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. അപ്പോൾ ഈ പ്രിലിംസ് കിട്ടുന്നു, മെയിൻസ് കിട്ടുന്നില്ല, അത് സെക്രട്ടേറിയറ്റ് എത്തിയപ്പോഴത്തേക്ക് എങ്ങനെയാണ് മാറ്റിയെടുത്തത്? ഞാൻ ഈ പറയുന്ന കണക്ക് തന്നെ LD കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കോൺഫിഡൻസ് ആയി, കിട്ടും, എന്നെക്കൊണ്ട് സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് ആയി. അപ്പോൾ LD കഴിഞ്ഞ് ഏകദേശം 1 വർഷം ടൈം ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട്. ആ സമയത്ത് എനിക്ക് പ്രിലിംസ് ഓൾറെഡി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രിലിംസിന് വേണ്ടി എനിക്ക് പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും നടത്താതാണ് പ്രിലിംസ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. മെയിൻസിൻ്റെ സിലബസ് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം.
അപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മെയിൻസിന് 2 പേപ്പർ ഉണ്ടായിരുന്നു. സെക്കൻഡ് പേപ്പർ ഒരു കംപ്ലീറ്റ്ലി ന്യൂ സിലബസ് ആയിട്ട് വന്ന ഒരു സെക്കൻഡ് പേപ്പർ ഉണ്ടായിരുന്നു. എല്ലാവർക്കും പേടിയായിരുന്നു. പക്ഷേ ആക്ച്വലി എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആ സിലബസ് വന്ന മെയിൻസിൻ്റെ സെക്കൻഡ് പേപ്പറിൻ്റെ സിലബസ് വന്നത് അന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം ആ സിലബസിൽ ഞാൻ കണ്ടതെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സിലബസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ MSW PG പഠിച്ചത്. അപ്പോൾ ഈ പറയുന്ന മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈ മേഖലകളിലെല്ലാം ഓരോ പേപ്പറെങ്കിലും നമ്മൾ PGയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MSW പഠിച്ചത് ആ സ്പെഷ്യൽ ടോപ്പിക്കിന് നന്നായിട്ട് ഉപകാരപ്പെട്ടു. തീർച്ചയായിട്ടും അവിടെ ഡെപ്തിലേക്ക് പഠിക്കുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ബേസിക് ഐഡിയ നമുക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഏരിയ ആയിരുന്നു ഈ മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് കൂടുതൽ അറിയാനും വായിക്കാനും ഒക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ എൻ്റെ പണ്ട് മുതലേ ഉള്ള സ്ട്രോങ് ഏരിയ ആണ്. അപ്പോൾ ഒരു 50 മാർക്ക് അവിടെ സെറ്റായി. പിന്നെ കേരള എക്കണോമി 30 മാർക്ക് ഉണ്ടായിരുന്നു. ആ കേരള എക്കണോമിയും എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ്. കാര്യം ബജറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീക്ഷിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേപ്പർ കംപ്ലീറ്റ്ലി എനിക്ക് അനുകൂലമായിട്ട് വന്നൊരു സിലബസ് ആയിട്ടാണ് എനിക്ക് തോന്നിയതും. ഞാൻ കൂടുതൽ ഫോക്കസ് ആ പേപ്പറിന് തന്നെയാണ് കൊടുത്തത്. ഞാൻ സ്വന്തമായിട്ട് ആ പേപ്പറിനകത്ത് മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷനൊക്കെ ആണെങ്കിൽ ഞാൻ നമ്മുടെ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പ്രിലിംസ് ക്വാളിഫൈ ആവുമെന്ന് ഉറപ്പായിരുന്നു. ആ സമയത്ത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഗ്നുവിൻ്റെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നോട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തു. മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ ആ നോട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ സിലബസ് നോക്കിയിട്ട് അതിൽ ടോപ്പിക്സ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് ഞാനൊരു വേർഡ് ഫയലാക്കിയിട്ട് അത് കംപ്ലീറ്റ് ആക്കി. ആ സിലബസ് ഉള്ള കാര്യങ്ങൾ മുഴുവൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ അത് പ്രിൻ്റ് ഔട്ട് എടുത്തു. ഏകദേശം ഒരു 200-220 പേജ് വരും ആ നോട്ടിലുള്ളതേ ഉള്ളൂ മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ. കാര്യം ഞാൻ അതാണ് എൻ്റെ ആ ഒരു 2 ടോപ്പിക്ക് എൻ്റെ മാസ്റ്റർ പ്ലാൻ അതായിരുന്നു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേയൊക്കെ. പിന്നെ കുറച്ച് എക്സ്ട്രാ സിലബസിലുണ്ടായിരുന്നു, അതും പഠിച്ചെടുത്തു. പിന്നെ കേരള എക്കണോമി ഞാൻ എക്കണോമിക് റിവ്യൂ അനലൈസ് ചെയ്തിട്ട് ഞാൻ തന്നെ ഒരു നോട്ടിൽ അതിൻ്റെ ഡാറ്റ പോയിൻറ്റ്സും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ട് അങ്ങനെയാണ് മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് പേപ്പറിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുകയും ഫസ്റ്റ് പേപ്പർ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം മാത്രം ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് മെയിൻസ് പ്രിപ്പയർ ചെയ്തത്. മെയ് 2 കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇതൊക്കെ പ്രിലിംസ് നടക്കാൻ പോകാണല്ലോ. അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഞങ്ങൾ പ്രിലിംസ് കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം നിന്നാൽ മതിയോ, അതോ പ്രിലിംസ് കഴിയുന്ന ഉടനെ തന്നെ മെയിൻസിന് സ്റ്റാർട്ട് ചെയ്യണോ, അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരോട് ഇപ്പം തയ്യാറെടുക്കുന്നവർക്ക് ഈ അവസാന നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? ഈ അവസാന നിമിഷത്തിൽ ഇനി ഒരു മെയിൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാര്യം അത് നടക്കില്ല. പക്ഷേ ഏതൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ മെയിൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. മെയിൻസിൻ്റെ സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് ചുമ്മാ കയറി പൊക്കോളും, വേറെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇനി ഒരു 10 ദിവസം ഉള്ള ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് മാക്സിമം മലയാളം, ഇംഗ്ലീഷ്, മാത്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക. അതിന് 50 മാർക്കുണ്ട്. ആ 50 മാർക്കിൽ ഒരു 35 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിലിംസ് കയറി എന്ന് തന്നെയാണ് അതിനർത്ഥം. ബാക്കിയുള്ള 50 മാർക്കിൽ എങ്ങനെ പോയാലും നമുക്ക് അത്യാവശ്യം പഠിക്കുന്ന ആൾക്ക് ഒരു 10-20 മാർക്ക് ഒപ്പിക്കാൻ പറ്റും. അപ്പം ചുമ്മാ കയറി പോകാൻ പറ്റുന്നേ ഉള്ളൂ പ്രിലിംസ്. അപ്പം നമ്മളിപ്പോൾ 2 പേരും ഇരിക്കുന്നത് തിരുവനന്തപുരത്തെ ഓഫ്ലൈൻ ക്യാമ്പസിലാണ്. അഭിഷേക് തിരുവനന്തപുരത്ത് ഡിഗ്രി, പ്രിലിംസ്, മെയിൻസ് ബാച്ചിലുണ്ടായിരുന്നതാണ്. ആ ഒരു കാലഘട്ടം എത്രത്തോളം സഹായകരമായിരുന്നു? ഞാൻ സൈലത്തിലേക്ക് ആക്ച്വലി എത്തുന്നത് ഞാൻ ഈ പറഞ്ഞ കണക്ക് LD സമയത്താണ് സൈലം തുടങ്ങുന്നത്. ആ സമയത്ത് ഒരു LDയുടെ അടുപ്പിച്ചാണ് സൈലം എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങുന്നത്, ക്രാഷ് കോഴ്സ് തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ആക്ച്വലി സൈലത്തിൻ്റെ ഓൺലൈൻ ക്ലാസ് ആദ്യം തുടങ്ങി. ഒരു 2 മാസം ഫ്രീ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ഫ്രീ ക്ലാസ് ഞാൻ കണ്ടിട്ട് സൈലം എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. ഞാനിതിലേക്ക് വരാൻ തീരുമാനിച്ചു. പക്ഷേ LDയുടെ സമയത്ത് ഞാനിവിടെ നിരന്തരം എൻക്വയറി ചെയ്യുമായിരുന്നു സൈലം ഓഫ്ലൈൻ തുടങ്ങുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് തുടങ്ങിയിട്ടില്ലായിരുന്നു. അവസാന സമയത്താണ് തുടങ്ങിയെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ എൻക്വയറി ചെയ്യുന്ന സമയത്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ വേറൊരു സ്ഥാപനത്തിൽ ഓഫ്ലൈനിൽ പോയി സൈലത്തിൻ്റെ ഓൺലൈൻ കോഴ്സും എടുത്തിട്ടാണ് ഞാൻ LD പ്രിപ്പയർ ചെയ്തത്. LD കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ സൈലത്തിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വർഷത്തെ എനിക്ക് സൈലം ഓഫ്ലൈൻ ക്യാമ്പസിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റാണ്. നമ്മളൊരു വീട്ടിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും, നമുക്ക് സെൽഫ് പ്രിപ്പറേഷൻ നടക്കും. പക്ഷേ നമ്മളൊരു ക്യാമ്പസിൽ വന്നിരുന്ന് പഠിക്കുമ്പോൾ, ഒരു ഓഫ്ലൈനിൽ നമ്മുടെ കൂടെ കുട്ടികളിരുന്ന് പഠിക്കുമ്പോൾ നമ്മളൊരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് പോകും. അപ്പോൾ അവിടെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പ്രിലിംസ്, പ്രത്യേകിച്ച് മെയിൻസ് പരീക്ഷയ്ക്ക് ഇവിടെ പരീക്ഷകൾ നടത്തുമ്പോൾ നമ്മുടെ മാർക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമ്മളെക്കാളും ഒരു 10 പേര് മേലിലുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു ക്ലാസ്സിൽ നമ്മളെക്കാൾ 10 പേര് മേലിലുണ്ടെങ്കിൽ ഈ കേരളം മൊത്തം എഴുതുന്ന ആൾക്കാരിൽ നമ്മളെക്കാൾ എത്രയോ ആൾക്കാരുണ്ടാകും എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. അപ്പോൾ ക്ലാസ്സിൽ എപ്പോഴും ഒന്നാമത് വരണം എന്നൊരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ടാവും. ഇനി ബാക്കിലോട്ടാണെങ്കിൽ നമ്മൾ കൂടുതൽ എഫർട്ട് ഇടും. അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റാണ് പ്രധാനമായിട്ടും
ഒരു ഓഫ്ലൈൻ ക്യാമ്പസ് എന്നുള്ള രീതിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട്. പഠനകാലത്ത് തന്നെ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. PYQs എത്രത്തോളം? PYQs ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിലെല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ റെഡി ടു അവൈലബിൾ മെറ്റീരിയൽസ് എല്ലാവർക്കും ഉള്ളതാണ്. PYQs PSC നടത്തുന്ന പരീക്ഷകളുടെ പ്രധാനപ്പെട്ട പരീക്ഷകളുടെ PYQ സൈറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. കാര്യം ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് മലയാളം ഇംഗ്ലീഷ് മേഖലകളിലാണ്. മലയാളം ഇംഗ്ലീഷ് മേഖലകളിൽ എനിക്ക് മുന്നേ കിട്ടിക്കൊണ്ടിരുന്ന 10ൽ ഒരു ഓൺ ആവറേജ് ഒരു 3-4 മാർക്കൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ പിന്നീട് പരീക്ഷകൾ എഴുതാൻ മനസ്സിലാക്കി മലയാളം ഇംഗ്ലീഷും കൂടുതലും വരുന്നത് PYQ തന്നെയാണ് വീണ്ടും റിപ്പീറ്റായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങൾ ഫുള്ള് PYQന് വിട്ടുകൊടുത്തു. PYQ മാത്രം ചെയ്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴും തെറ്റിക്കും, വീണ്ടും ചെയ്ത് ശരിയാക്കി അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ എനിക്ക് മലയാളം ഇംഗ്ലീഷ് ഓൺ ആവറേജ് 10ൽ ഒരു 8-9 മാർക്ക് കിട്ടുന്ന ഒരു ലെവലിലേക്ക് ഞാൻ എത്തി. അതിന് PYQs ആണ് സഹായിച്ചിട്ടുള്ളത്. ഓക്കെ. വീട്ടുകാരൊക്കെ എത്രത്തോളം സപ്പോർട്ടായിരുന്നു? വീട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് എൻ്റെ വൈഫിനെയാണ്. കാര്യം ഒരു വിവാഹം കഴിഞ്ഞു, ഒരു കുഞ്ഞായ ശേഷമുള്ള ജോലി റിസൈൻ ചെയ്ത് പഠനത്തിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. ഭയങ്കര റിസ്ക്കാണ്. കാര്യം നമ്മളുള്ളൊരു ജോലി കളഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് കിട്ടുമോ ഇല്ല എന്നുള്ളൊരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തന്ന വൈഫാണ്. ഇനിയൊന്നും നോക്കാനില്ല, ഇറങ്ങിക്കോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ കോൺഫിഡൻസിലാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഒരു തീരുമാനമെടുത്ത് ജോലി റിസൈൻ ചെയ്തു. അപ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ആരംഭിച്ചു. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. പിന്നെ വീട്ടിലായാലും മറ്റ് ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും എല്ലാവരും സപ്പോർട്ടീവായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഫാമിലിയുടെ ഭാഗത്തു നിന്നായിട്ട് ഉണ്ടായിട്ടില്ല. സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തന്നെയാണോ ഇനിയിപ്പോൾ ഓപ്റ്റ് ചെയ്യാനുള്ള ഉദ്ദേശം? എനിക്കിപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ സെക്രട്ടറി ലോ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്കിപ്പോൾ 2 അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നിട്ടുണ്ട്. LDയുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ആയിട്ടുണ്ട്, കേരള ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജറുമായിട്ട് അപ്പോയിൻമെൻറ്റ് ഓർഡർ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ജോയിൻ ചെയ്യുന്നില്ല, സെക്രട്ടേറിയറ്റിലേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇനി എന്തെങ്കിലും? ഇതിൻ്റെ മുകളിലേക്കുള്ള ആഗ്രഹങ്ങൾ ഇനി ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു കരിയർ ഗ്രോത്ത് എന്നുള്ള രീതിയിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു. ഇപ്പോൾ കൂടുതൽ എന്തായാലും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. പ്രത്യേകിച്ച് MSW ഒക്കെ ആകുമ്പോൾ ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ മിക്കവാറും ആളുകൾക്ക് തോന്നും ഇപ്പോൾ LD അപ്പോയിൻമെൻറ്റ് വന്നു, കേരള ബാങ്ക് അപ്പോയിൻമെൻറ്റ്, ഇവിടെ ഏതെങ്കിലും ഒന്ന് വന്നാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. വരും. നമ്മൾ ക്ഷമയോടുകൂടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കാണെങ്കിലും. നിങ്ങൾ ഓൾറെഡി കേട്ടു ഹാർഡ് വർക്ക് എത്രത്തോളം ചെയ്തു എന്നുള്ളത്. കാരണം ഉള്ളൊരു ജോലിയൊക്കെ കളഞ്ഞിട്ട് ഭാര്യയുടെ സപ്പോർട്ടോടുകൂടെ, പ്രത്യേകിച്ച് ഈ ഒരു വിജയത്തിൻ്റെ 50 ക്രെഡിറ്റ് ഭാര്യയ്ക്കും കൂടി ഉള്ളതാണ്. വൈഫിനോട് പ്രത്യേകം ഒരു അഭിനന്ദനങ്ങൾ കൂടി എന്ത് ചെയ്യണം, അറിയിക്കണം. വളരെ സന്തോഷം. എന്താണെങ്കിലും ഒരിക്കൽ കൂടി അഭിഷേകിൻ്റെ ഈ ഒരു വിജയം വളരെ സന്തോഷം നൽകുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനിയും എത്തട്ടെ, നല്ല സന്തോഷ നിമിഷങ്ങൾ ഇനിയും ജീവിതത്തിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു.